എക്സാം ബൈ ലേണിംഗ് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് ആദ്യം തന്നെ അത് പറയാനുള്ള ഒരു കാരണം വളരെ സിമ്പിളാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് ആളുകളുടെ എൻക്വയറീസ് നമ്മുടെ ഓഫീസിലോട്ട് വരുന്നുണ്ട്. ഹൈസ്കൂൾ സ്റ്റുഡൻസിനുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ എക്സാം ബൈ ലേണിംഗ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. എല്ലാവരോടും ഒറ്റ ആൻസറേ പറയാനുള്ളൂ, ഞങ്ങൾ ട്യൂഷൻ കൊടുക്കുന്നില്ല. പിന്നെ എന്താ നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ട്യൂഷൻ കൊടുക്കുന്നത് എന്ന് പറയാൻ കാരണം, ആക്ച്വലി എന്താണ് നിങ്ങൾ ഈ ട്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാര്യം അതേപോലെ തന്നെ മേ ബി ചിലപ്പോൾ സെയിം ടീച്ചേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ട്യൂഷനിൽ വന്നിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന സെയിം ക്വസ്റ്റ്യൻസ് ഇവിടെ പഠിപ്പിക്കുന്നു, അവിടെ ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ പഠിച്ചൊരു കാര്യം വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ പഠിക്കുക. ഇതാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ട്യൂഷനിൽ നടക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരുപാട് ടൈം അവിടെ വേസ്റ്റ് ആവുന്നുണ്ട്. ചിലപ്പോൾ നമുക്കൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്കത് ക്ലിയർ അല്ലാത്ത ഒന്നോ രണ്ടോ ഏരിയാസ് ഉണ്ടാവും. സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ക്ലിയർ അല്ലാത്ത ഒന്നോ രണ്ടോ ഏരിയാസ് ഉണ്ട്, അത് ചിലപ്പോൾ ട്യൂഷനിൽ പഠിപ്പിക്കും ക്ലിയർ ആവുന്നുണ്ടാവും. പക്ഷെ അറിയുന്ന ബാക്കിയുള്ള ഏരിയാസ് എല്ലാം നമ്മൾ ആ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് ആ ട്യൂഷനിൽ കംപ്ലീറ്റ് നമ്മൾ കേൾക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പക്ഷേ എക്സാം ബൈ ലേണിംഗ് ഒരിക്കലും അങ്ങനെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന അതേ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും മറ്റൊരാൾ വീണ്ടും അതേ പാട്ട് പാടുക എന്നുള്ളതല്ല ഇവിടെ ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ട്യൂഷനിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, അതായത് സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചു തരും. അതിൻ്റെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത് തന്നെ ഒന്നും കൂടെ ഒരു നെക്സ്റ്റ് ലെവലിൽ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എക്സാം ബൈ ലേണിംഗ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്, എക്സാം ബൈ ലേണിംഗ് ട്യൂഷൻ ക്ലാസ്സുകൾ ഓഫർ ചെയ്യുന്നില്ല. ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് എന്താണ്, ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ്. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ക്ലാസ്സിനേക്കാൾ അഡ്വാൻസ് ചെയ്തുള്ള കോഴ്സാണ്. നിങ്ങൾ എഴുതാൻ പോകുന്ന പല ടൈപ്പ് സ്കോളർഷിപ്പ് എക്സാമുകൾ, ഹൈസ്കൂളിൽ തന്നെ എഴുതാൻ പറ്റുന്ന ഒരുപാട് സ്കോളർഷിപ്പ് എക്സാമുകൾ ഉണ്ട്. ഷഫീർ സർ അതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്കോളർഷിപ്പ് എക്സാമുകൾക്ക്, ഭാവിയിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകൾ, JEE, നീറ്റ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക്, ഇനി അതുമല്ല നിങ്ങൾ 10th കഴിഞ്ഞിട്ട് +1 പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ഇന്റഗ്രേറ്റഡ് സ്കൂളുകളിലോട്ട് നിങ്ങൾക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടാവും അല്ലെ. അത് എൻട്രൻസ് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് +1 +2 കോച്ചിങ് ഉള്ള ഇന്റഗ്രേറ്റഡ് സ്കൂളുകളിൽ പോകാൻ പ്ലാൻ ഉണ്ടാവും. അങ്ങനെയുള്ള സ്കൂളുകൾക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടുന്നത്? 10th അവർ നടത്തുന്ന എക്സാം ഉണ്ടാവും. നിങ്ങൾ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ എക്സാം, ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എക്സാം ഉണ്ടാവും. ആ എക്സാമിൽ നല്ല മാർക്ക് കിട്ടുന്നവരെ മാത്രമാണ് അവർ ആ ഇന്റഗ്രേറ്റഡ് സ്കൂളുകളിലോട്ട് എടുക്കുന്നത്. കാരണം സിമ്പിളാണ്, അവർക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നല്ല സ്റ്റുഡൻസിന് കിട്ടണം. അപ്പോൾ ഈ എക്സാമിൽ ടോപ്പ് റാങ്കുള്ളവരെ കിട്ടണം. അങ്ങനെ നടത്തുന്ന എക്സാമുകൾ, അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോട് നടത്തുന്ന എക്സാമുകൾ എല്ലാം വളരെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പഠിച്ചതിനേക്കാളും കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെയുള്ള എക്സാമുകളിൽ ഇത്തരത്തിൽ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലോട്ട് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഹൈസ്കൂൾ മുതലേ വളരെ സിമ്പിളായി സയന്റിഫിക് ആയി കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഫൗണ്ടേഷൻ കോഴ്സിൽ ഉദ്ദേശിക്കുന്നത്. ട്യൂഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെന്റ് ആണ്, സ്കൂളിൽ പഠിക്കുന്ന അതേ കാര്യങ്ങൾ പഠിപ്പിക്കുക. അപ്പോൾ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സയൻസ് ആൻഡ് മാത്സ്, കാരണം ഒട്ടുമിക്ക കോമ്പറ്റീവ് എക്സാമുകളും ഫോക്കസ് ചെയ്ത് വരുന്ന, കാരണം മാത്സ് ഇല്ലാത്ത കോമ്പറ്റീവ് എക്സാമുകൾ തന്നെ വളരെ കുറവാണ്. നിങ്ങൾ PSC എക്സാം, SSC എക്സാമുകൾ, CUT പോലെ ഏത് എക്സാം എടുക്കുകയാണെങ്കിലും ബേസിക് മാത്തും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഗ്രി ലെവലിൽ പോകുന്ന, ഡിഗ്രിക്ക് പോകുന്ന കോഴ്സുകളൊക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരു മാത്സിലെ ഒരു സ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മാത്സിലും സയൻസിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫൗണ്ടേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് എക്സാമുകൾ എഴുതാൻ പോകാൻ പറ്റും എന്നുള്ളതാണ്. ഈവൻ സിവിൽ സർവീസ് എഴുതാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വരെ സിവിൽ സർവീസിലെ ഒരു പേപ്പർ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാത്സും അതുപോലെ ലോജിക്കും വരുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യണമെങ്കിലും മാത്സ് ബേസിക്കൽ കാര്യങ്ങൾ അറിയണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഹൈസ്കൂൾ മുതൽ തന്നെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് എക്സാം ബൈ ലേണിംഗ് കൊടുക്കുന്നത്. അല്ല ഒരിക്കലും ഞങ്ങൾ നോർമൽ ട്യൂഷൻ അല്ല. ഇതിൽ ഓൾറെഡി ട്യൂഷന്റെ കണ്ടന്റ് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് സ്കൂളിലെ മാർക്ക് വാങ്ങാനും സ്കൂളിൽ നിങ്ങളുടെ എക്സാമുകൾക്ക് എക്സൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് മാറും എന്നുള്ള. സാധാരണ സ്റ്റുഡൻസിന് അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് നിൽക്കുക, കാരണം അതിന്റെ മുകളിലോട്ട് അവർ പഠിക്കുന്നില്ല. പക്ഷെ നമ്മൾ അതിന്റെ മുകളിലോട്ട് നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താഴെ നിൽക്കുന്ന സ്കൂൾ ലെവലിലുള്ള കാര്യങ്ങൾ ഈസി ആയിരിക്കും. A+കളും A1കളും ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യുണീക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി എക്സാം ബൈ ലേണിംഗ് കൊടുക്കുന്നത്. ഇത് വെറും ഒരു കോഴ്സ് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ കുറച്ച് പേര് കേൾക്കുന്നു എന്നുള്ളതല്ല ആക്ച്വലി ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിതൊരു കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലെൻഡഡ് ലേണിംഗ് സിസ്റ്റം സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. ആ ലേണിംഗ് സിസ്റ്റത്തിന്റെ അകത്തുകൂടെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ പ്രോസസ്സ് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലോട്ട് വന്നു, എന്തിന് നമ്മൾ 8th സ്റ്റാൻഡേർഡ് മുതൽ തന്നെ ട്യൂഷൻ കൊടുത്താൽ പോരെ, എന്തിന് ഫൗണ്ടേഷൻ കോഴ്സിലോട്ട് വന്നേ? നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ വെബിനാറുകളിൽ പറയാറുണ്ട്, യൂട്യൂബിൽ പറയാറുണ്ട്, ഒരുപാട് ആളുകൾ പറയാറുണ്ട്. കാരണം നമ്മൾ എപ്പോഴും വളരെ ലേറ്റ് ആയിട്ട് +1 +2 ശേഷമൊക്കെ ആലോചിക്കുകയും എന്നിട്ട് നമുക്ക് എൻട്രൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റാതെ റിപ്പീറ്റും റീറിപ്പീറ്റും ചെയ്തു പോയി നമ്മുടെ ഫ്യൂച്ചർ ആ കുളം തോണ്ടുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ന് കേരളത്തിലുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കസിൻസിനെ മാത്രം നോക്കിയാൽ മതി, റിപ്പീറ്റും റീറിപ്പീറ്റും ചെയ്യാൻ പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ എത്ര ആളുകൾക്ക് നല്ല കോളേജുകൾ അഡ്മിഷൻ കിട്ടുന്നുണ്ട്
ഉണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ നോക്കണം. റിപ്പീറ്റ് ചെയ്യാൻ എല്ലാവർക്കും പോകാൻ പറ്റും, പക്ഷെ അത് കഴിഞ്ഞിട്ട് എത്ര പേർക്ക് നല്ല കോളേജുകൾ കിട്ടുന്നു? ഈ റിപ്പീറ്റും റീറിപ്പീറ്റും ചെയ്യുന്ന സമയത്ത് അവർ അനുഭവിക്കുന്ന ടെൻഷൻ എത്രമാത്രമാണ്, സ്ട്രെസ് എത്രമാത്രമാണ്. ഇതേ സമയം റിപ്പീറ്റും റീറിപ്പീറ്റും ഒന്നും ചെയ്യാതെ +2ന്റെ കൂടെ ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ IITകളും എയിംസുകളിലും പോകുന്നവര് അപ്പുറത്തുണ്ട്, നമ്മൾ കാണാതെ കിടക്കുന്നുണ്ട്. അവരെല്ലാവരും ചെയ്യുന്നത് സിമ്പിൾ കാര്യമാണ്, സ്റ്റാർട്ട് ഏർലി. അവർ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. അവരുടെ സ്വപ്നങ്ങളിലോട്ട്, അവരുടെ ഡ്രീമിലോട്ട് എത്താനുള്ള ജേർണി അവർ +1 കഴിയാനോ +2 കഴിയാനോ ഒന്നും വെയിറ്റ് ചെയ്യാതെ ഹൈസ്കൂൾ മുതൽ അല്ലെങ്കിൽ ഒരു UP ക്ലാസ്സുകൾ മുതലേ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കണം. എന്തിനാണ് ഞങ്ങൾ പറയുന്നത്? നമ്മുടെ സ്കൂൾ എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ സ്കൂൾ എക്സാം സബ്ജക്റ്റീവ് എക്സാമുകളാണ്. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ഇങ്ങനെ പാരഗ്രാഫ് ആയിട്ട് എഴുതി വെക്കും, അതാണ് ടീച്ചർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എവിടെയെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന സ്കോളർഷിപ്പ് എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാം, സ്ക്രീനിങ് ടെസ്റ്റുകൾ എല്ലാം എന്താണ്? MCQ ബേസ്ഡ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ ഒറ്റ ഓപ്ഷൻ ആകും കറക്റ്റ്. അത് ശരിയായാൽ ശരിയായി, തെറ്റിയാൽ തെറ്റി. വേറെ വർത്താനം ഒന്നുമില്ല അവിടെ. കറക്റ്റ് ആയാൽ ഓക്കെ, അല്ലെങ്കിൽ റോങ്, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയും സ്പെസിഫിക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. സ്കൂളിൽ നിങ്ങളുടെ എക്സാമിന് എന്തെങ്കിലും നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? ഇല്ല, 0 മാർക്ക് വരെയാണ് ഏറ്റവും കുറഞ്ഞു വരിക. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റി പോവുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ കിട്ടേണ്ട മാർക്കും പോകും, പിന്നെ ഒരു -1 മാർക്കും എന്ത് ചെയ്യും? അതിൽ നിന്ന് പോകും എന്നുള്ളതാണ്. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രേഡിംഗ് സിസ്റ്റം ആണ്. ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഗ്രേഡിംഗ് സിസ്റ്റം നിങ്ങൾ A+, B+, ഇങ്ങനെയുള്ള രീതിയിലാണ് വരിക. അപ്പോൾ ഒരു 90 മുതൽ 100 മാർക്ക് കിട്ടുന്ന ഇടയിൽ ഏത് മാർക്ക് കിട്ടിയാലും അയാൾക്ക് A+. അതുപോലെ 80 മുതൽ 90 വരെ ഏത് മാർക്ക് കിട്ടിയാലും A ആണ്. പക്ഷേ എന്തല്ല, കോമ്പറ്റേറ്റീവ് എക്സാമിൽ അങ്ങനെയല്ല. അവിടെ റാങ്ക് ബേസ്ഡ് ആണ്. റാങ്ക് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കിന് ഡിഫറൻസ് ഉള്ളവര് തമ്മിൽ ആയിരക്കണക്കിന് റാങ്കിന് ഡിഫറൻസ് വരും. അത്രമാത്രം വ്യത്യാസം വരും. ഓരോ മാർക്കുകൾക്കും, ഒരു അര മാർക്കിന് വരെ വലിയ വാല്യൂ കൊടുക്കേണ്ട രീതിയിലുള്ള എക്സാമുകളാണ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇവിടെ നോ യൂസ് ഓഫ് അതർ ദാൻ സ്കൂൾ അഡ്മിഷൻസ്. നിങ്ങൾക്ക് +1 അഡ്മിഷൻ കിട്ടുന്നു എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് A+കൾക്ക് IM പോലുള്ള സ്ഥാപനങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് ഒരു IITയിൽ കയറണം, എയിംസിൽ കയറണം, നിങ്ങളുടെ സ്ഥാപനങ്ങളോട് കയറണമെങ്കിൽ ആരും എന്ത് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് 10th ഫുൾ A+ ഉണ്ടോ എന്നുള്ളത് ആരും ചോദിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? നിങ്ങൾക്ക് ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോട് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, സിംഗിൾ സബ്ജക്ട്സ് ആണ് നിങ്ങളുടെ സ്കൂൾ എക്സാമുകൾക്ക് ഉണ്ടാവുക, അല്ലെ? ഫിസിക്സിന് ഒരു എക്സാം, കെമിസ്ട്രിക്ക് ഒരു എക്സാം, ബയോളജിക്ക്, മാത്സിന്, ഹിന്ദി, സോഷ്യൽ സയൻസ്, ഇങ്ങനെ ഓരോ എക്സാമുകളാണ്. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാം മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ഒരു എക്സാമിൽ വരും. അതായത് ഫിസിക്സ് അതിലുണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, മാത്സ് ഉണ്ടാവും. അങ്ങനെ മൾട്ടിപ്പിൾ സബ്ജക്റ്റുകൾ അറ്റ് എ ടൈം നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇതാണ് റിയാലിറ്റി. ഈ റിയാലിറ്റിയിലോട്ട് നമ്മൾ എത്താത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും വെറും ട്യൂഷൻ പോകുന്നത്. ട്യൂഷന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം കിട്ടുള്ളൂ, ഇത് കിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇത് കിട്ടണം. ഇത് കിട്ടിക്കഴിഞ്ഞാലേ ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി എക്സാം വൈൽ ലേണിംഗ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ കോഴ്സ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആലോചിച്ച് കുറേ കാര്യമുണ്ട്. അതായത് ഈ ഒരു കോഴ്സ് ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം, എക്സാം വൈൽ ലേണിംഗിലെ ഫാക്കൽറ്റീസ് എല്ലാവരും IITiansഉം NITiansഉം ഡോക്ടേഴ്സും മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇതുപോലെ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്ത് ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചു വന്നവരാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു സ്റ്റുഡന്റിന് ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് കൊടുക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണം. 24/7 എല്ലാ ദിവസവും എല്ലാ സമയം ഇരുന്ന് പഠിക്കുക എന്നുള്ളത് ഒരു നല്ല സ്റ്റുഡന്റിന്റെ ലക്ഷണമല്ല. അപ്പോൾ നമ്മൾ ചെയ്തെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലേണിംഗ് കുറച്ച് സമയത്തിനുള്ളിൽ വരുന്ന രീതിയിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അതായത് കുറഞ്ഞ സമയം പഠിക്കാൻ പാടുള്ളൂ, ആ സമയത്തിന് എന്ത് ചെയ്യണം? കൂടുതൽ കണ്ടന്റ് കിട്ടണം. നമ്മൾ ഒരുപാട് മണിക്കൂർ ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, കുറച്ച് സമയം പഠിക്കുക. ആ പഠിക്കുന്ന സമയം വളരെ എഫക്റ്റീവ് ആക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? നമ്മുടെ ലേണിംഗ് ടൈം ഭയങ്കരമായിട്ട് കുറയും. നിങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പഠിച്ചുള്ള സ്റ്റുഡൻസിനോട് ചോദിച്ചു നോക്കിയോ, ഒട്ടുമിക്ക ആളുകളും കോമൺ ആയിട്ട് പറയുന്ന ഒരു സംഭവമാണ് അവരുടെ ലേണിംഗ് ടൈം നന്നായിട്ട് കുറഞ്ഞു. കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു തീർക്കാൻ അവരെ കൊണ്ട് പറ്റുന്നുണ്ട്. ബാക്കി സമയം നമുക്ക് വേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. മറ്റൊന്ന്, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ വളരെ ക്രിസ്പായിട്ട് സമ്മറൈസ് ചെയ്ത് കൊടുത്തു എന്നുള്ളത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കുറെ രാജുവിന്റെ രാധയുടെയും അവർ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയ കഥകളുണ്ട്. അതിനൊന്നും ഒരു ആവശ്യമില്ല. എന്താ പഠിക്കാനുള്ള കോൺസെപ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അതിന് വേണ്ട എക്സാമ്പിൾസ് കറക്റ്റ് എടുത്ത് സ്ട്രക്ചർ ചെയ്ത് ക്രിസ്പായിട്ട് അതിന് വേണ്ട നോട്ട്സ് വെച്ചുകൊണ്ട് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടന്റുകൾ പഠിക്കാം. മറ്റത് നമ്മൾ മണിക്കൂർ കണക്കുള്ള ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഒരുപാട് നീണ്ട ലെക്ചറുകൾ കേൾക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ബോറടിക്കുന്നത്. നമ്മുടെ മൈൻഡ് വേറെ എവിടെയെങ്കിലൊക്കെ പോകും. പിന്നെ നമ്മൾ അവിടെ പോയി തിരിച്ചു വരുമ്പോഴേക്കും ക്ലാസ്സിൽ ടീച്ചർ വേറെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. നേരെ മറിച്ച് ക്രിസ്പായി നിങ്ങൾ പഠിക്കുന്ന കാര്യം മാത്രം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരുക്കി വെച്ച് തരികയാണ്. ഇതാണെന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്ട്രക്ചറായിട്ട് പഠിക്കാൻ പറ്റില്ലേ? അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഫോർമേറ്റീവ് അസസ്മെന്റ്. അതായത് നമ്മുടെ ഓരോ സമയത്തും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ചിട്ട് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം.
നമ്മൾ പഠിക്കുന്നത് കറക്റ്റ് ആണോ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയായ വഴിയിലാണോ? അല്ലാതെ ഒരു ആനുവൽ എക്സാം എഴുതാൻ പോകുമ്പോഴോ ഓണം എക്സാമോ ക്രിസ്മസ് എക്സാമോ എഴുതാൻ പോകുമ്പോൾ മാത്രമല്ല നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. ആ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ നമുക്ക് കൃത്യമായ ഐഡിയ കിട്ടണം. നമ്മൾ ഏത് സബ്ജക്റ്റിലാണ് വീക്ക്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, എങ്ങനെയാണ് ബെറ്റർ ആക്കുക, അതിന് വേണ്ടിയുള്ള അസസ്മെന്റുകൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഓരോന്ന് കഴിയുമ്പോഴും. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. അതുപോലെ തന്നെ നമ്മൾ ഇത് ഒരുപാട് ഇന്ററാക്റ്റീവ് സിമുലേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഫിസിക്സ് സബ്ജക്ട് എടുക്കണം വിചാരിക്കാം. ഫിസിക്സിൽ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ഐഡിയാസ് പറയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ തിയറി പഠിക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മളൊരു കാർ തള്ളുമ്പോൾ കാർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഒരു ഫോഴ്സ് ആണ്. രണ്ടുപേര് ഒരു കയറിന്റെ അപ്പുറം ഇപ്പുറം പിടിച്ച് വലിക്കുന്ന സമയത്ത് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഇത് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളിലൂടെ പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവില്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത്തരത്തിലുള്ള സിമുലേഷൻസ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഒരു ബ്ലെൻഡഡ് ലേണിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ബ്ലെൻഡഡ് ലേണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത്. അപ്പൊ ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ക്ലാസ്സുകൾ, നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളും വളരെ ഷോർട്ട് കണ്ടന്റ്സ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. റെക്കോർഡ് വീഡിയോസ്, ഷോർട്ട് കണ്ടന്റ്സ്, 10 മിനിറ്റ്സും 15 മിനിറ്റ്സ് ഒക്കെ മാത്രമുള്ള ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ കംപ്ലീറ്റ് കണ്ടന്റ് നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് കൊടുത്തിട്ടുള്ളത്. അതും വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ വീഡിയോസ് ഉണ്ടാവുക. ഓരോ വീഡിയോ കഴിഞ്ഞാലും ഒരു 10 മിനിറ്റ്സിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമ്മുടെ ആപ്പിൽ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക ആ വീഡിയോനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ പിന്നെ ക്വസ്റ്റ്യൻസ് വേറെ സെർച്ച് ചെയ്ത് പോവേ, വേറെ കുറേ മെറ്റീരിയൽസ് തപ്പേ ഒന്നും വേണ്ട. ആ പഠിച്ച കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് കുറെ ദിവസം കഴിഞ്ഞിട്ടില്ല, ഉടൻ എന്ത് ചെയ്യും, നമ്മൾ ടെസ്റ്റ് ചെയ്യും ആപ്പിൽ ക്വസ്റ്റ്യൻസ്, പിന്നെ അടുത്ത ചെറിയ വീഡിയോ, അടുത്ത ക്വസ്റ്റ്യൻ, അങ്ങനെ നമ്മളിങ്ങനെ പഠിച്ച കാര്യങ്ങൾ റീകളക്ട് ചെയ്ത് റിവൈസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് പ്രോസസ്സ് പോകുന്നത്. നമ്മുടെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ ഓൾറെഡി പല ആളുകളും ഫൗണ്ടേഷൻ ഉള്ളവർ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, അല്ലാത്ത ആളുകൾക്കും കാണാം. എക്സാം ബൈ ലേണിംഗിന്റെ ആപ്പിൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകളും കാര്യങ്ങളും സിമുലേഷൻസും കാര്യങ്ങളൊക്കെ എന്താണ് ഇൻക്ലൂഡഡ് ആണ്. ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് എക്സാം ബൈ ലേണിംഗിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്തവർക്കാണ് ഇതിന്റെ വീഡിയോസ് കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ അതിൽ ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസ് ഉണ്ടാവും. അതിലൊക്കെ ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരും, സിമുലേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും കൃത്യമായിട്ട് അതിൽ വരും. അപ്പൊ ആ ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി സിമുലേഷൻസ് ഒക്കെ ഉണ്ടാവും ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നീടുള്ളത് ലൈവ് ക്ലാസ് ആണ്. ഇത് റെക്കോർഡ് ക്ലാസ്സാണ്. ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഇത്തരത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ സമ്മറൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള നേരത്തെ എന്ത് ചെയ്യാം, അത് കാണാം, ആ വീഡിയോസ് കാണാം. കൂടുതൽ മൾട്ടിപ്പിൾ ടൈംസ് കാണണമെങ്കിൽ കാണാം, പെട്ടെന്ന് കണ്ടു തീർക്കണമെങ്കിൽ ചെയ്യാം. എല്ലാത്തിനും പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നല്ല അറിയുന്ന ടോപ്പിക് ആണെങ്കിൽ പെട്ടെന്ന് കണ്ടു തീർക്കാം, അറിയാത്ത ടഫുള്ള ടോപ്പിക് ആണെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് കാണാം. അങ്ങനെയുള്ള എല്ലാ ഫെസിബിലിറ്റി എന്ത് ചെയ്യും ഈ ഒരു ഏരിയയിൽ കവർ ചെയ്യപ്പെടും. അങ്ങനെ നിങ്ങൾ കണ്ടന്റ് പഠിച്ചു, കണ്ടന്റ് തറവായി, അതിൽ ഇനി ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ വന്നിട്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈവ് ക്ലാസ്സുകൾ വരും. സൂമില് നിങ്ങൾ ക്ലാസ് എടുത്ത ഫാക്കൾട്ടീസ്, നമ്മൾ ഇവിടെ യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന ഈ IITians NITians ഡോക്ടേഴ്സും ആയുള്ള ഫാക്കൾട്ടീസ് എന്ത് ചെയ്യും സൂമിൽ വരും. ഓക്കെ, സൂമില് നിങ്ങൾക്കുള്ള ലൈവ് ക്ലാസ്സുകളായിട്ട് വരും. അത് ഓരോ ചാപ്റ്ററിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് ലൈവ് ക്ലാസ്സുകൾ കൂടിയും കുറഞ്ഞൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ലൈവ് ക്ലാസ്സുകൾ വന്നിട്ട് നിങ്ങളും നമ്മൾ ഒരുമിച്ച് ഡിസ്കഷനാണ്, അല്ലാതെ ക്ലാസ് എടുക്കലല്ല അവിടെ നടക്കുന്നത്. ക്ലാസ് നമ്മൾ ഓൾറെഡി പഠിച്ചു, അത് വീണ്ടും ഇങ്ങനെ ട്യൂഷൻ പോലെ വീണ്ടും പറയലല്ല, നമ്മളവിടെ ഡിസ്കഷൻ നടത്തും. അതായത് നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യും. ഏതെങ്കിലും ടോപ്പിക്ക് വീണ്ടും നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് പറഞ്ഞു തരും. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഇതിന് എങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ അറിയണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു തരും എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇത് കോഴ്സ് വീഡിയോ കണ്ടന്റ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്, വീഡിയോയും ലൈവ് ക്ലാസ്സും കൂടെ നിങ്ങൾക്ക് ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ബുക്കുകളും പ്രൊവൈഡ് ചെയ്ത് തരും. ഓക്കെ, ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ബുക്കുകളും എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം ബൈ ലേണിംഗ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കും വർക്ക് ബുക്കുമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിത് കുറച്ചും കൂടെ ഹൈ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള കണ്ടന്റ് നിങ്ങൾ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് പോയി തപ്പി കണ്ടുപിടിക്കേണ്ട അത് പോസിബിൾ അല്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സമ്മറൈസ് ചെയ്തുകൊണ്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ബുക്കുകളും, ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല അതിൽ കൂടെ വർക്ക് ബുക്കുകളുണ്ട്. എന്താണ് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ, വർക്ക് ബുക്കിനകത്ത് ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്കിനകത്ത് തിയറിയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വർക്ക് ബുക്കിന്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻസ് മാത്രമാണ്. ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് വർക്ക് ബുക്ക്. അതിനകത്ത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 3 ലെവലായിട്ട് എന്തുണ്ടാവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ലെവലും നിങ്ങൾ ഇങ്ങനെ പഠിച്ച് വരുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ലെവൽസും കംപ്ലീറ്റ് ചെയ്ത് പോവാം. അങ്ങനെ ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് എന്താണ് നമ്മുടെ വർക്ക് ബുക്കുകളിൽ അവൈലബിൾ ആണെന്നുള്ള. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ വർക്ക് ബുക്കുകൾ മാത്രമല്ല, വർക്ക് ബുക്കുകളുടെ കൂടെ തന്നെ നമ്മുടെ ടീഷർട്ടും അതുപോലത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഒരു വെൽക്കം കിറ്റ് ആയിക്കൊണ്ടാണ് നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുക. വെൽക്കം കിറ്റിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം കാണാമെന്നതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സാം വരും. എക്സാം കഴിഞ്ഞിട്ട് ആ എക്സാമിന്റെയും എന്തുണ്ടാവും ലൈവ് ഡിസ്കഷൻ സൂം വഴി ഉണ്ടാവും. അപ്പൊ ഈ എക്സാം കഴിഞ്ഞിട്ട് നമ്മുടെ ലീഡർ ബോർഡൊക്കെ ഉണ്ട് നമ്മുടെ ആപ്പിൽ. നിങ്ങൾ ഓരോ എക്സാമുകൾ കഴിയുമ്പോൾ, ക്വിക്ക് ടെസ്റ്റുകൾ കഴിയുമ്പോൾ, ക്ലാസ് കാണുമ്പോഴൊക്കെ നിങ്ങളുടെ ലീഡർ ബോർഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ്സ് കാണാം. നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. കേരളത്തിലെ ഏറ്റവും നല്ല സ്റ്റുഡൻസിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ. നമ്മുടെ സ്കൂളുകളിൽ നമുക്ക് കിട്ടൂല, പക്ഷേ ഇവിടെ എന്ത് ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഓരോ സമയത്ത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം.
അറിയാം നിങ്ങൾ ഏത് സബ്ജക്റ്റിനാണ് നിങ്ങൾക്ക് ടഫായിട്ട് വരുന്നത്, അപ്പോൾ ആ സബ്ജക്റ്റിന് കൂടുതൽ സമയം കൊടുക്കണം, ഏതാണ് ഈസി ആയിട്ടുള്ളത്, ഏത് എക്സാമിനാണ് മാർക്ക് കുറയുന്നത്, അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ടെക്നോളജി എത്രമാത്രം നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അത്രയും കഴിയുമ്പോഴാണ് നമ്മളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഇതൊക്കെ ഓക്കെ, ഇതൊക്കെ ഓൺലൈൻ കാര്യങ്ങളൊക്കെ ആണല്ലോ, പക്ഷേ പല ആളുകളും കുറച്ച് കഴിയുമ്പോൾ ഡീമോട്ടിവേറ്റഡ് ആവും, അല്ലെങ്കിൽ പല ആളുകൾക്കും പല സമയത്തും പലതരത്തിലുള്ള ഇഷ്യൂസ് വരും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമ്മളെ ഹാൻഡിൽ ചെയ്യുക? ഓഫ്ലൈൻ ക്ലാസ്സുകളാണെങ്കിലും ടീച്ചർ ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു പ്രോപ്പർ മെന്റർഷിപ്പ് സിസ്റ്റം നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണൽ മെന്റേഴ്സിനെ അവൈലബിൾ ആക്കുന്നതാണ്. അപ്പോൾ പേഴ്സണൽ മെന്റേഴ്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയല്ല. നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്കൊരു ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു VP എക്സ്പീരിയൻസ്, വൈസ് പ്രസിഡന്റ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അവരുടെ അണ്ടറിൽ ഹെഡ് മെന്റേഴ്സ് വരും, അവരുടെ അണ്ടറിൽ വീണ്ടും മെന്റേഴ്സ് വരും. ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മെന്റേഴ്സ് എന്താ ചെയ്യുക? മെന്റേഴ്സ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസും തരാൻ, നിങ്ങൾക്ക് ഏത് സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, വാട്സപ്പ് വഴിയും കോൾ വഴിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കൊണ്ട് ഒരു 1 year ത്രൂ ഔട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ആളായിരിക്കും നിങ്ങളുടെ മെന്റർ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം, പാരന്റ്സിന് സ്റ്റുഡൻസുമായുള്ള കൺസേൺസ് ഡിസ്കസ് ചെയ്യാം, നിങ്ങളുടെ റിസൾട്ട് മോശമാകുന്ന സമയത്ത് ഇനി എങ്ങനെ നിങ്ങൾക്ക് ബെറ്റർ ആക്കണം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, ഏതെങ്കിലും ഫാക്കൽറ്റീസുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് അവരോട് പറയാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരാൻ, അങ്ങനെ നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ കാര്യത്തിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിക്കൊണ്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യാനുള്ള ഒരാളായിക്കൊണ്ട് നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള മെന്റേഴ്സിന്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഈ ഒരു കോഴ്സിൽ കിട്ടുന്നതാണ്. അവർ വഴി തന്നെ നിങ്ങൾക്ക് 24/7 ഡൗട്ട് ക്ലിയറൻസ് ഉള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പം ഒരു ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടായാൽ ലൈവ് ക്ലാസ് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. മെന്റേഴ്സ് വഴി നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാം. മെന്റേഴ്സ് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിയും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പാരന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ക്ലൂസീവ് സെഷൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാരന്റിങ് എന്ന് പറയുന്ന ഒരു സയൻസ് ആണ്. എങ്ങനെയാണ് മക്കളെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ആയാലും അവരുടെ സ്വഭാവത്തിന്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളിലും എങ്ങനെയാണ് അവരെ റൈറ്റ് ആയിട്ട് ഗൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ അഡ്വൈസ് തരാനൊക്കെ മറ്റുമായിട്ട് ക്രിങ്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് പാരന്റ്സിന് നമ്മളൊരു എക്സ്ക്ലൂസീവ് സെഷൻസും ഇതിന്റെ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മളൊരു കംപ്ലീറ്റ് സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാവും, ഇതിൽ ഓരോ സംഭവങ്ങളും നിങ്ങളുടെ പേഴ്സണലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി അറ്റൻഷൻ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം സ്കൂൾസിൽ സംഭവിക്കുക, നമുക്ക് സ്കൂൾസിലുള്ള ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഒരു ക്ലാസ് റൂമിൽ നിന്നുകൊണ്ട് ഒരു ടീച്ചർക്ക് ഒരു വലിയൊരു ക്ലാസ് റൂമിൽ ക്ലാസ് എടുത്ത് കൊടുക്കാനേ പറ്റുള്ളൂ. ഇൻഡിവിജ്വൽ എടുത്ത് കൊടുക്കുക എന്നുള്ളത് വളരെ പോസിബിൾ അല്ല. അത് അവിടുത്തെ ലിമിറ്റേഷൻ ആണ്. എല്ലാ കാര്യങ്ങൾക്കും കുറെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ടാവുമല്ലോ. അപ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് സ്കൂൾസിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ നെക്സ്റ്റ് ലെവലിലോട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്നോളജിക്കലി അഡ്വാൻസ് ആവണം, പുതിയ സിസ്റ്റം കൊണ്ടുവരണം. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ആക്ച്വലി ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ബ്ലെൻഡഡ് ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു അക്കാഡമിക് സ്ട്രക്ചറിലോട്ട് വരികയാണെങ്കിൽ, നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ ഒരു ബേസിക് മാത്ത് കോഴ്സ് ഉണ്ട്. നമ്മൾ ഫീ വാങ്ങി കൊടുക്കുന്ന വേറെ കോഴ്സാണ്. പക്ഷെ ആ കോഴ്സ് ഫൗണ്ടേഷനിൽ വരുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കും. നിങ്ങളുടെ മാത്സിലെ കംപ്ലീറ്റ് പ്രശ്നങ്ങളും തീർത്ത് ലെവലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിലോട്ട് എൻട്രി ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ എൻട്രി പാസ് ആണ്. കയറുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ബേസിക് മാത്ത് പഠിക്കും, എന്നിട്ടാണ് ഉള്ളിലോട്ട് കയറുക. അപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവും. ബേസിക് മാത്തിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, കംപ്ലീറ്റ് ബേസിക് കോൺസെപ്റ്റ് കവർ ചെയ്യും. 1000+ ക്വസ്റ്റ്യൻസ് അതിലുണ്ട്, എക്സാമുകൾ അതിലുണ്ട്. അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് കോഴ്സാണ് ബേസിക് മാത്ത് കോഴ്സ്. അങ്ങനെ ബേസിക് മാത്ത് കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് സിലബസിനും CBSE ICSE ഇവർക്കൊക്കെ സെപ്പറേറ്റ് സിലബസ് ആണ്. ഇപ്പൊ ഇത് 8th സ്റ്റേറ്റ് സിലബസ് ആണ്. അതുപോലെ ഓരോ മന്തിലും നിങ്ങൾക്ക് ഏത് ചാപ്റ്ററുകളാണ് വരിക അങ്ങനെയുള്ള സിലബസ് ആണ് ഇത്. അതുപോലെ തന്നെ CBSE ICSE പോലുള്ള ആ ബാച്ചുകൾക്കുള്ള സിലബസ്, അതുപോലെ 9th ഉണ്ട്, അതുപോലെ 10th ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഓരോ ആളുകൾക്കും ഓരോ മന്തിലും ഏത് ചാപ്റ്റർ പോകണം, അല്ലെങ്കിൽ ഓരോ ദിവസവും ഏത് ചാപ്റ്ററിൽ ഏത് പോർഷൻ പോകണം എന്നുള്ള രീതിയിൽ വളരെ സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ച് മാത്രം നിങ്ങൾ ക്ലാസ് കണ്ടാൽ മതി. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും റിലീസ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാം കൂടി ഇരുന്ന് കാണുക എന്നുള്ളതല്ല. ഡെയിലി നിങ്ങൾ കാണേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യും, ഷെഡ്യൂൾ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു 30 minutes to 40 minutes നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കണ്ട് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു രീതിയിലാണ് കംപ്ലീറ്റ് കോഴ്സ് കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് എക്സാമിന്റെ കുറച്ച് ഹൈബ്രിഡ് ക്യാമ്പസുകൾ ഉണ്ട്. ഹൈബ്രിഡ് ക്യാമ്പസ് എന്നുള്ളത് ചില സ്കൂളുകളിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂൾസിലും ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് സ്കൂളുകളിലൊന്നുമില്ല. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു 3 സ്കൂൾസിൽ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തു. ഈ വർഷം ഇതുപോലെ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് സ്കൂളുകളിൽ മാത്രം, ഒരു ഹാൻഡ് ഫുൾ ഓഫ് സ്കൂൾസിൽ മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഐഡിയൽ ഗ്ലോബൽ സ്കൂൾ ധർമ്മഗിരിയിൽ കംപ്ലീറ്റ് ആയിട്ട് സ്മാർട്ട് പ്ലസ് ബാച്ച് എന്നുള്ള പേരിൽ സ്കൂളുമായിട്ട് അസോസിയേറ്റ്
അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അതുപോലെ പീസ് പബ്ലിക് സ്കൂൾ കോട്ടകളിൽ ചെയ്തിരുന്നു. അതുപോലെ മലബാർ സെൻട്രൽ സ്കൂൾ പുകയൂരിൽ ഒരു ബേസിക് മാത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു ഹൈബ്രിഡ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ സ്കൂൾസ് നമ്മൾ അധികം അസോസിയേറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സെലക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതിനോട് അത്ര ഇൻട്രസ്റ്റ് ഉള്ള പാഷനേറ്റ് ആയിട്ടുള്ള സ്കൂൾസിനെ മാത്രം അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇതിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിന്റെ റിസൾട്ട്സ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അല്ലെ. കുറെ ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, എൻട്രൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെഇഒ നീറ്റ് കഴിയുകയാണെങ്കിൽ വലിയ വലിയ ഫ്ലെക്സുകൾ വരും, പക്ഷേ ഹൈസ്കൂളിൽ നിങ്ങൾക്ക് എന്താണ് ഉള്ളത്, അല്ലെങ്കിൽ ഹൈസ്കൂളിൽ എന്തൊക്കെ എക്സാമുകളാണ് ഉള്ളത്? ഹൈസ്കൂളിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരുപാട് എക്സാം ഉണ്ട്. ഷഫീർ സാറിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് ഹൈസ്കൂൾ സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന കോമ്പറ്റീവ് എക്സാമുകളെ കുറിച്ച്. ഇപ്പൊ NTSC എക്സാം, നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ, ആ നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷനിൽ സ്റ്റേജ് 1 ക്വാളിഫൈ ചെയ്തതിൽ കേരളത്തിൽ നിന്നുള്ളതിൽ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സ്റ്റേജ് 2 അന്ന് ആ സമയത്ത് കേരളത്തിൽ 27 ആളുകൾ മാത്രം, ലാസ്റ്റ് ഇയേഴ്സിൽ 2020 27 ആളുകൾ മാത്രമാണ് സെലക്ട് ചെയ്തതെങ്കിൽ അതിൽ 2 പേര് നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു. ഇന്ത്യയിൽ ആകെ 2000 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്ന എക്സാം, ഓൺലി 2000 സ്റ്റുഡൻസ്, അതിൽ 2 സ്റ്റുഡൻസ് നമ്മളായിരുന്നു പറയുമ്പോൾ ആകെ കേരളത്തിൽ 27 പേര്, അതിൽ 2 പേര് നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു. അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് നമ്മൾ അവർ ഈ രീതിയിൽ പഠിച്ചതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ കഴിഞ്ഞു പോയ സ്റ്റുഡൻസിന് +2 കഴിയുമ്പോഴേക്കിന് ജെഇയിൽ 3rd റാങ്ക് വരെ എത്തുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് അവർ കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റോ റീറിപ്പീറ്റോ ഒന്നും ചെയ്യാതെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഇതിന്റെ അമൻ റിഷാലിനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നമ്മുടെ ചാനൽ കിടക്കുന്നുണ്ട്. അമൻ റിഷാൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അമൻ റിഷാൽ മാത്രമല്ല, അതുപോലെ ജെയിൽ ടോപ്പറായിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും റിപ്പീറ്റ് ചെയ്യാതെ +2ന്റെ കൂടെ കിട്ടിയവരാണ്. അവരെല്ലാവർക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ CBSE റിസൾട്ട്, ICSE റിസൾട്ട്, അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് സിലബസിന്റെ റിസൾട്ട്, ഇതിലെല്ലാം നമുക്ക് A+കളുടെയും A1കളുടെയും അതുപോലെ പെർസെന്റേജിന്റെ കാര്യത്തിലൊക്കെ വളരെ ഹൈ പെർഫോമൻസ് ആണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സ്റ്റുഡൻസിന്റെ റിസൾട്ടുകൾ. ഞാൻ വീണ്ടും അതിലോട്ട് കടക്കുന്നില്ല, നിങ്ങൾ കണ്ട കാര്യമാണ്, ഇത് ഓൾറെഡി ഉള്ളത് നിങ്ങൾ അറിഞ്ഞ കാര്യമാണ്. അപ്പൊ നമ്മൾ വീണ്ടും അതിലോട്ട് കടക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ നമ്മളൊരു നോർമൽ ട്യൂഷനേക്കാളും അപ്പുറത്തേക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്തുകൊണ്ട് അതെല്ലാ കാര്യത്തിലും, ടെക്നോളജിയുടെ കാര്യത്തിലായിക്കോട്ടെ, ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, കണ്ടന്റ് ഡെലിവർ ചെയ്യുന്ന ആയിക്കോട്ടെ, അങ്ങനെ ഒരു മെന്റർഷിപ്പ്, എല്ലാ രീതിയിലും ഒരു പുതിയ റെവല്യൂഷൻ എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞത് എക്സാം ബൈ ലേണിംഗ് ട്യൂഷൻ കൊടുക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്. ഞങ്ങൾ കൊടുക്കുന്നത് ഫൗണ്ടേഷൻ കോഴ്സാണ്. ഫൗണ്ടേഷൻ കോഴ്സ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്, ട്യൂഷനുമായിട്ട് വളരെ ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ആക്ച്വലി ഞാൻ സ്കിപ്പ് ചെയ്ത 2-3 സ്ലൈഡുകളുണ്ട്. ഇത് എങ്ങനെയാണ് നിങ്ങൾ ട്യൂഷനുമായിട്ട് ഡിഫറെന്റ് ആകുന്നത് എന്നുള്ള സ്ലൈഡുകളാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അത് പറയുന്നില്ല. കാരണം നിങ്ങൾ ഓൾറെഡി അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത്രയും ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ പല ആളുകളും മുന്നേയും പല ക്ലാസ്സുകളിൽ ട്യൂഷന് പോയവരായിരിക്കും. അവിടുത്തെ ഒരു സിസ്റ്റം ഈ ഒരു സിസ്റ്റം കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എഫക്റ്റീവ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത്തരത്തിൽ നിങ്ങളുടെ പേഴ്സണലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീമിലോട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ജേണി, ആ ട്രാവൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് +1 +2 കഴിഞ്ഞിട്ടല്ല, ചെറിയ ക്ലാസ്സുകൾ മുതൽ, ഹൈസ്കൂൾ ക്ലാസ്സുകൾ മുതലാണ്. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് നമ്മൾ റൺ ചെയ്യുന്നത്. സോ ഇന്നിങ്ങനെ നല്ല ഡ്രീമുള്ള സ്റ്റുഡൻസിന്, ഫ്യൂച്ചറിൽ വലിയ ലക്ഷ്യങ്ങൾ കാണുന്ന ആളുകൾക്ക് ഏത് നിമിഷവും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഈ ഒരു എക്സാം ബൈ ടീമിന്റെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓൾറെഡി 1000+ ആളുകൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു ഫാമിലിയിലുണ്ട്. നിങ്ങളെയും ഞങ്ങൾ ഈ ഒരു ഫാമിലിയോട് ഇൻവൈറ്റ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ രീതിയിൽ ഡ്രീം ഉള്ളവർക്ക് വേണ്ടി മാത്രം, ഉറച്ച ലക്ഷ്യങ്ങളുള്ളവർക്ക് വേണ്ടി മാത്രം, ഫ്യൂച്ചറിൽ ഒരു സക്സസ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം. താങ്ക് യു.